കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷിനെ ആരതി ഒഴിഞ്ഞ് തോട്ടം തൊഴിലാളികൾ. തെന്മലയിലെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സ്നേഹം കിട്ടിയെന്ന് എം മുകേഷ് തെന്മല റോഡ് ഷോയിൽ സ്വീകരണം ഏറ്റുവാങ്ങി കൈരളി ന്യൂസിനോട് പറഞ്ഞു. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് ഇന്ന് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലാണ് പര്യടനം നടത്തുന്നത്. തോട്ടം തൊഴിലാളികൾ, പാവപ്പെട്ട തൊഴിലാളികൾ, പരമ്പരാഗത തൊഴിലാളികളെ കാണുന്നു, വോട്ട് ചോദിക്കുന്നു. ഇപ്പോ നമ്മുടെ ഈ നല്ല ചൂടുള്ള സമയം കൂടിയാണ്. ഇപ്പൊ ഇവിടെയൊക്കെ വരുമ്പോ ഒരു കിട്ടുന്ന ആ ഒരു സ്വീകരണം, ഇന്ന് ഞാൻ ആരതി ഒഴിയൊക്കെ ചെയ്തു, അവരുടെ ഒരു സ്നേഹമൊക്കെ വായ്പ നേടി വാങ്ങിക്കൊണ്ടാണല്ലോ മുന്നേറുന്നത്. അല്ല, ഇത് തമിഴ്നാടിൻ്റെ ഒരു ബോർഡറാണ് കേരളത്തിൻ്റെ പുനലൂരും തമിഴ്നാട്. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെങ്കോട്ടയാണ്, കുറ്റാലമാണ്. കൊല്ലംകാരുടെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമാണ്. കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും കുറ്റാലത്ത് പോകാനാണ് ഞാൻ ഉൾപ്പെടെയുള്ള കൊല്ലംകാർ വളരെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുവഴി സ്ഥിരമായിട്ട് കൊല്ലംകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സംസ്കാരത്തിൻ്റെ, രണ്ട് സ്റ്റേറ്റുകളുടെ സംസ്കാരത്തിൻ്റെ ഒരു സമുന്നയമാണ് നമ്മൾ കാണുന്നത്. ഈ 7 ദിവസവും ഇങ്ങനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ആരതി ഒഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ കുറേ കാലം തമിഴ്നാട്ടിലും ജീവിച്ചിരുന്ന ഒരാളാണ്. ഏറ്റവും വലിയ നന്മകൾ തമിഴ്നാട്ടിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ആരതി ഒഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും അഗ്നി കൊണ്ട് ഒഴിഞ്ഞ് നമ്മളെ പുതിയ ഉണർവോടുകൂടി, ഉന്മേഷത്തോടുകൂടി മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു വലിയ പുണ്യകരമായിട്ടുള്ള ഒരു ആചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുതിർന്നവരോട് നമുക്ക് അങ്ങോട്ട് അപേക്ഷിക്കാം, എനിക്ക് നമസ്കരിക്കണം. അപ്പോൾ തന്നെ അതിനുള്ള സൗകര്യം, മുതിർന്ന ആളായാൽ മതി, വലിയ ആളാകണമെന്നൊന്നുമില്ല, എന്നെക്കാൾ മുതിർന്ന ഒരാൾ. അപ്പോൾ അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ അവരെ ഒരു മുറിക്കകത്ത് വന്ന് നമ്മൾ കാല് തൊട്ട് നമസ്കരിക്കുമ്പോൾ അനുഗ്രഹിക്കുകയാണ്, നന്നായി വരിക. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. ഇവിടെ ഇവരിങ്ങനെ ആരതി ഒഴിഞ്ഞ് എന്നെ സ്വീകരിച്ചത് ഏറ്റവും വലിയ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ശുദ്ധിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ ഇതിൻ്റെ പേര്? എന്താ? സീതാവോ? ശ്രീദേവ്. അങ്ങോട്ട് പറ, മൈക്ക് പറ, ശ്രീദേവ് എന്നുള്ള. നീ സിനിമ കണ്ടിട്ടുണ്ടോ? ബെഡായി ബംഗ്ലാവ് കണ്ടിട്ടുണ്ടോ? ശരി, മിടുക്കൻ. എന്നാ പോയിട്ട് വരട്ടെ. ജയിക്കും. ഓക്കെ. ആ സ്നേഹം കിട്ടി നാട്ടുകാരുടെ, തൊഴിലാളികളുടെ. തീർച്ചയായിട്ടും അവരുടെ സ്നേഹമാണല്ലോ നമുക്ക് വേണ്ടത്, ഇലക്ഷൻ അല്ലെങ്കിലും ആണെങ്കിലും ഒക്കെ. ഇപ്പോഴും ഈ കിഴക്കൻ മേഖലയിലെ സ്വീകരണം അവസാനിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ വരെ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. തെന്മല കഴുതുരുട്ടിയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.